പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മഴവിശേഷങ്ങളും മഴക്കെടുതിയുടെ ദൃശ്യങ്ങളും വാർത്തകളുമായി റിപ്പോർട്ടർ വാർത്താ സംഘം നാടിന്റെ മുക്കിലും മൂലയിലുമുണ്ട്. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ആലപ്പുഴയിൽ വെള്ളപ്പൊക്ക പ്രതിരോധ പ്രവർത്തനങ്ങൾ പാളി. തോട്ടപ്പള്ളിയിൽ ഉണ്ടായത് ഗുരുതര വീഴ്ച. പൊഴിയിൽ മണൽത്തിട്ടുകൾ നീക്കി ആഴം കൂട്ടാഞ്ഞത് നീരൊഴുക്ക് വലിയ തോതിൽ കുറച്ചു. സ്പിൽവേയിലൂടെ 1800 ക്യൂബിക് മീറ്റർ ജലം ഒഴുക്കാമായിരുന്നിട്ടും 600 ക്യൂബിക് മീറ്റർ വെള്ളം മാത്രമാണ് ഒഴുക്കുന്നത്. മണൽ നീക്കാത്തതിനാൽ സ്പിൽവേ ഷട്ടറുകളിൽ മാലിന്യം അടിഞ്ഞുകൂടിയ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന്. തത്സമയ ദൃശ്യങ്ങൾ കാണും. ഗുരുതരമായ വീഴ്ചയാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനുണ്ടായിരിക്കുന്നത്. കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കത്തിനടക്കം കാരണമായത് ഇറിഗേഷൻ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര വീഴ്ച. CPM അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇറിഗേഷൻ ഓഫീസ് ഉപരോധിക്കും. മനീഷ് മഹിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മനീഷ് മഹിപാൽ, വലിയ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് ഇങ്ങനെയൊരു കാലാവസ്ഥാ മുന്നറിയിപ്പുണ്ടായിട്ടും മഴ വരാൻ പോകുന്നുവെന്ന് നമ്മൾ നേരത്തെ തന്നെ അറിയിപ്പുണ്ടായിരുന്നിട്ടും കാലവർഷത്തിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ഈ സ്പിൽവേയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യേണ്ടതാണ്. ഇപ്പോൾ 1/3 വെള്ളം മാത്രമേ കടത്തിവിടുന്നുള്ളൂ. പ്രയാസവും ദുരിതവും മുഴുവൻ കുട്ടനാട്ടിലെ ജനങ്ങൾക്ക്. അപ്പോൾ കുട്ടനാട്ടിൽ കയറിയ വെള്ളം ഒഴുകിപ്പോകാഞ്ഞതിന് ഇപ്പോൾ സ്പിൽവേയിൽ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാലിന്യം അടിഞ്ഞുകൂടിയിരിക്കുന്ന പ്രദേശങ്ങൾ അതൊരു കാരണമാണോ? മാലിന്യം നീക്കം ചെയ്യാഞ്ഞത് ഗുരുതര വീഴ്ചയല്ലേ? അതെ അരുൺകുമാർ, യഥാർത്ഥ കാരണം ഈ മണൽ നീക്കാത്തതും വീതി കൂട്ടാത്തതും ഒപ്പം തന്നെ ഇത്രയും മാലിന്യം ഇങ്ങനെ ക്വിന്റൽ ടണ്ണ് കണക്കിന് മാലിന്യം, കുപ്പി, പാത്രം, അലൂമിനിയം, ഫ്രിഡ്ജിന്റെ ഭാഗങ്ങൾ അങ്ങനെ അടക്കം ഒരു ആക്രിക്കടയ്ക്ക് വേണ്ട നിരവധി ഇതിനെ സൂം ചെയ്ത് നമ്മൾ ആ ദൃശ്യങ്ങൾ നോക്കിയാൽ നമുക്ക് കാണാം. അതായത് നഷ്ടപ്പെട്ടു പോയ വീട്ടു ഉപകരണങ്ങൾ, മുള, വടി തുടങ്ങി ഇരുമ്പ് കമ്പികൾ തുടങ്ങി ഇഷ്ടം പോലെ സാധന സാമഗ്രികളുണ്ട്. ഇത് പെറുക്കി മാറ്റുക എന്ന പ്രാഥമിക നടപടി അത് 2 ദിവസമായി ഇങ്ങനെ ഈ മാലിന്യം അടിഞ്ഞു കൂടുകയാണ്. ആ 2 ദിവസമായി പോലും മാലിന്യം എങ്ങനെ നീക്കം ചെയ്യും എന്ന ആസൂത്രണം പോലും ഇറിഗേഷൻ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നത് ഗുരുതരമായ വീഴ്ചയാണ്. അതായത് ഈ പുറമേ കാണുന്നതിന് താഴ്ചയിലേക്ക് ഈ മാലിന്യം എന്ന് അടിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുറമേ കാണുന്നത് കൊണ്ട് അത് ഒരു പായൽ പോലെ മുകളിൽ നിൽക്കുന്ന പ്രതലത്തിൽ നിൽക്കുന്നതല്ല, അതിന്റെ താഴേക്ക് കൂടി മാലിന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒഴുക്കിനെ അത് കാര്യമായി സാരമായി ബാധിക്കും. ആകെ ഉള്ളത് പ്രവർത്തിക്കുന്ന 39 എണ്ണമാണ്. അതിൽ 5 എണ്ണം കയർ കെട്ടിയതാണ്. ഈ 39 എണ്ണം വഴി പോകുമ്പോൾ അതായത് 365 മീറ്റർ വീതിയാണ്. ആ 365 മീറ്റർ വീതിയിൽ കൂടി പൊഴിമുഖം മുറിഞ്ഞു പോകണം. അങ്ങനെ പോകാത്ത സ്ഥിതിക്ക് ഇപ്പോഴിതാ അതായത് 2 ദിവസം കൊണ്ട് ഒഴുകി പോകേണ്ട വെള്ളം അത് 2 ആഴ്ചയിലേക്ക് എത്തുന്നു. അതാണ് ഇവിടുത്തെ കണക്ക്. ഇവിടുത്തെ ഇവിടുത്തെ പഞ്ചായത്ത് അംഗം കൂടിയായിട്ടുള്ള ഉണ്ണി കൂടി നമുക്കിപ്പോൾ ചെറുചേട്ട ഈ സാധാരണ നടപടികൾ എന്തെങ്കിലും സാധാരണ നടപടികൾ എന്ന് പറഞ്ഞാൽ ടെൻഡർ കൊടുത്തിട്ട് പൊഴിമുഖത്തിന് വീതി കൂട്ടും. 150 മീറ്റർ വീതി നീളമേ ഇപ്പോഴും ഉള്ളൂ. നേരത്തെ 10-25 ഹിറ്റാച്ച് വെച്ചും JCB വെച്ചുമാണ് കഴിഞ്ഞ ഗവൺമെന്റ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിപ്പോ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ട് പോലും ഇല്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 2 ഹിറ്റാച്ച് വെച്ചാണ് അവിടെ വീതി നീളം കൂട്ടുന്നത്. അത് പോരാന്നുള്ള ഈ ഗവൺമെന്റിന്റെ ഏറ്റവും മോശപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റും ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട റവന്യൂ ഡിപ്പാർട്ട്മെന്റെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴെ നിലവിൽ ഒരു MLA ഉണ്ട്, G. സുധാകരൻ. അദ്ദേഹം ഇവിടെ ഒന്ന് വന്ന് കണ്ടിട്ട് പോലും ഇല്ല. അതുപോലെ തന്നെ ചാർജുകാരനായ M. ലിജു ഉണ്ട്, ആലപ്പുഴ ജില്ലയുടെ ചാർജുകാരനായ മന്ത്രിയുണ്ട്. ഇവിടെ വന്ന് സന്ദർശിക്കുകയോ ജനങ്ങളുടെ ഈ ദുരിതത്തിൽ ഈ ദുഃഖത്തിൽ പങ്കുചേരുകയോ ഒരു കാര്യം ചെയ്തിട്ടില്ല. കോട്ടയം പള്ളിയിലുള്ള പരിസര പ്രദേശങ്ങളിലെ വീടുകളിലും വെള്ളം കയറുമല്ലേ, ഒഴുകി പോകാതെ വെള്ളം കയറുകയാണ്. വീടുകളിലെല്ലാം വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പായലും മുളയും ഫ്രിഡ്ജും TV എല്ലാം വന്ന് അടിഞ്ഞു കിടന്നുകൊണ്ട് ഷട്ടറിന് ഇവിടെ ഒഴുക്കില്ലാതിരിക്കുകയാണ്. നീരൊഴുക്ക് ശരിക്കും തടസ്സപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഇറിഗേഷനിലെ AEയും വന്നിട്ട് ഈ പായലും പ്ലാസ്റ്റിക്കും എല്ലാം കൂടെ തള്ളി കടലിലൊക്കെ ഒഴുക്കിവിട്ടാണ്. രാത്രി 12 മണിക്ക് ഞാൻ വന്നത് പറഞ്ഞ് അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ് പ്ലാസ്റ്റിക് ഇവിടെ ഹരിതകർമ്മസേനയുണ്ട്. ആളെ വള്ളം നിർത്തി ഈ കിഴക്കുവശത്ത് തന്നെ വള്ളം നിർത്തി ആളുകളെ പ്ലാസ്റ്റിക് സംഭരിച്ച് ഹരിതകർമ്മ സേനയ്ക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് പോലും പാലത്തെ ഇട്ടുകൊണ്ട് റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് വലിയ ഹിറ്റാച്ച് വെച്ച് കടലിലേക്ക് ഒഴുക്കി വിടുന്ന ഒരു സംഭവമാണ് ഇത്. കഴിഞ്ഞ ഇത് എത്ര ദിവസമായെന്നറിയോ? ഇതിന്റെ അധികാരികളൊന്നും ശ്രദ്ധിക്കുന്നില്ല. സംസ്ഥാന ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ നിരുത്തരവാദപരമായിട്ടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു നടപടികളും സ്വീകരിക്കുന്നില്ല ഉള്ളതാണ് സത്യാവസ്ഥ.
ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കോട്ടയം, പത്തനംതിട്ട അതുപോലുള്ള ജില്ലകൾ മുഴുവനും മുങ്ങിക്കിടക്കുകയാണ്. കുട്ടനാട് അതുപോലുള്ള സ്ഥലങ്ങൾ മുഴുവനും മുങ്ങിക്കിടക്കുകയാണ്. കറക്റ്റായിട്ട് നീരൊഴുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പായൽ തള്ളി വിടുകയും പ്ലാസ്റ്റിക്കും മറ്റ് സാധനങ്ങളെല്ലാം സംഭരിച്ച് ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കുകയും വേണം. ഇവിടുത്തെ ജനങ്ങളെ ഈ തീരാ ദുഃഖത്തിൽ നിന്നും ഈ ഗവൺമെന്റ് സംരക്ഷിക്കേണ്ട ബാധ്യത ഗവൺമെന്റിനുണ്ട്, ഇവിടുത്തെ MLA-ക്കുണ്ട്, ചാർജുകാരനായ മന്ത്രിക്കുണ്ട്. അരുൺകുമാർ, ഈ സ്പിൽവേയുടെ പ്രവർത്തനം തന്നെ അങ്ങനെയാണ്. അറബിക്കടലിൽ നിന്നും ഉപ്പുവെള്ളം കുട്ടനാട്ടിലേക്ക് കയറാതിരിക്കും. ഒപ്പം തന്നെ മഴവെള്ളം, ഈ വെള്ളപ്പൊക്കം തടയുന്നതിന് വേണ്ടി ഇവിടുന്നുള്ള നീരൊഴുക്ക് അറബിക്കടലിലേക്ക് പോവുക. പക്ഷേ ഇത് പ്രാഥമികമായ ഈ സ്പിൽവേയുടെ നടപടിക്രമങ്ങളാണ്. അതുപോലും പാലിക്കാൻ അല്ലെങ്കിൽ അത്തരം നടപടികളിലേക്കുള്ള പ്രാഥമിക നടപടികളിലേക്ക് എത്താൻ ഇറിഗേഷൻ വകുപ്പിന് നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോഴിതാ അപ്പർ കുട്ടനാട്ടിലും മാത്രമല്ല, ഈ പുറക്കാട്, തോട്ടപ്പള്ളി പോലെയുള്ള ഈ സ്പിൽവേക്ക് സമീപത്തെ പ്രദേശങ്ങളും കൂടി വെള്ളത്തിലാകാൻ പോകുന്നു. കാരണം ഈ വെള്ളം യഥാവിധം ഒഴുകി പോകാത്തതുകൊണ്ട് സ്പിൽവേയുടെ പരിസരത്തുള്ള വീടുകളിലേക്ക് കൂടി വെള്ളം കയറുകയാണ്. ഇത്തരത്തിൽ അനിതര സാധാരണമായ ഒരു സംഭവം അടുത്തിടെ ഒന്നും ഉണ്ടായിട്ടില്ല. 2018 പ്രളയകാലത്ത് പോലും ഈ രീതിയിൽ വെള്ളം ഈ സ്ഥലത്തൊന്നും പൊങ്ങിയിട്ടില്ല എന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. കാരണം അന്ന് പെട്ടെന്നുണ്ടായ വെള്ളം അന്ന് അതിവേഗം ഒഴുകിപ്പോകുന്ന രീതിയിലേക്ക് അത്രയും സ്പീഡ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴിതാ എല്ലാ മേഖലയിലും അങ്ങനെ വെള്ളം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു മേഖലയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം അത് പോകേണ്ട ചാനലിലൂടെ പോകാത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഒപ്പം തന്നെ AC കനാലടക്കം ശുചീകരണം നടത്തേണ്ട പ്രാഥമിക നടപടികൾ പോലും പാലിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോഴിതാ ഈ മാലിന്യം ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നു. തൊട്ടപ്പുറത്ത് പൊഴിക്ക് വീതിയില്ല, ആഴമില്ല. 20 അടിയെങ്കിലും ആഴം വേണ്ടടുത്ത് JCB കൊണ്ട് പയ്യെ മണൽ വാരിയാൽ എന്താകുമെന്നാണ് ചോദ്യം. എന്താണെങ്കിൽ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. CPM-ന്റെ പ്രതിഷേധ പത്രിക ഇറിഗേഷൻ ഓഫീസിലേക്കുണ്ട്. ഒപ്പം തന്നെ നാട്ടുകാരുടെ, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നാട്ടുകാരുടെ വലിയ പ്രതിഷേധമുണ്ട്. ഇപ്പോഴും ഇവിടെ കൂടി നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ ഇതിനോട് സംസാരിക്കുന്നുണ്ട്. ഇവർക്കൊക്കെ തന്നെ വലിയ പ്രതിഷേധമുണ്ട്. ഈ നാട്ടുകാരാണ്. കാരണം ഇവിടെ വർഷങ്ങളായി പാലിക്കപ്പെട്ടിരുന്ന നടപടിക്രമങ്ങൾ പാലിക്കുന്നില്ല എന്ന് പോലുമല്ല, ജനപ്രതിനിധികളോ ഉദ്യോഗസ്ഥരോ ഇവിടെ വന്ന് എന്താണ് കാര്യങ്ങളെന്ന് അന്വേഷിക്കുന്ന പോലും ഇല്ല എന്നാണ് ഇവരുടെ പരാതി. അരുൺകുമാർ, ഓക്കെ, വലിയ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നോക്കൂ, തോട്ടപ്പള്ളി സ്പിൽവേയിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന മാലിന്യം ഇത് ഈ കാലവർഷത്തിന് മുമ്പ് നീക്കം ചെയ്യേണ്ടതാണ്. മഴ വരുന്നു എന്ന അറിയിപ്പുണ്ടാകുമ്പോൾ തന്നെ ഇത് കൃത്യമായും നീക്കം ചെയ്ത് ഈ തോട്ടപ്പള്ളി സ്പിൽവേയിലൂടെ ഒഴുക്കേണ്ട മുഴുവൻ വെള്ളവും ഒഴുക്കാനുള്ള സംവിധാനം ചെയ്യേണ്ടതാണ്. ഇപ്പോൾ 600 ക്യൂബിക് മീറ്റർ മാത്രം വെള്ളമാണ് ഒഴുകുന്നത്, 1200 ക്യൂബിക് മീറ്റർ ഒഴുകേണ്ടിടത്ത്. കാരണം വെള്ളം ഒഴുകുന്നില്ല, ഇത് പായലും കട്ടിയായിട്ട് പിടിച്ചവിടെ കിടക്കുകയാണ്. ഇനിയിപ്പോ ഇത് ഒഴുക്കിയിരുന്നെങ്കിൽ മഹിപാൽ, നമുക്ക് പറയാൻ കഴിയും അപ്പർ കുട്ടനാട്ടിൽ ഇപ്പോൾ വെള്ളത്തിലായിരിക്കുന്ന പ്രദേശങ്ങളൊന്നും അധിക സമയം വെള്ളത്തിൽ കിടക്കേണ്ടി വരുമായിരുന്നില്ല. വെള്ളം അതിവേഗം ഒഴുകിപ്പോകുമായിരുന്നു, അല്ലേ? അതായത് മണിക്കൂറുകൾ, ഒരുപക്ഷെ ദിവസങ്ങൾ വെള്ളക്കെട്ടിൽ ഒരു ജനതയാകുന്നതിന്റെ കാരണം ഇപ്പോൾ ഈ സ്പിൽവേയിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന മാലിന്യമാണെന്ന് നിശ്ചയമായും പറയാമല്ലേ? അതെ അരുൺകുമാർ, എന്താണെങ്കിൽ ഈ വാർത്ത അറിഞ്ഞ് ഈ പ്രളയം മൊത്തം അല്ലെങ്കിൽ ഈ ജലം മുഴുവൻ ബാധിക്കുന്നത് കുട്ടനാട് മണ്ഡലത്തെയാണ്. ആ മണ്ഡലത്തിലെ MLA കൂടി സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിൽ പാളി, കാരണം വെള്ളം ഒഴുകി പോകുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസം രാത്രിയിൽ, ഇന്നലെ ഇല്ലായിരുന്നു, മെനഞ്ഞാന്ന് രാത്രിയിൽ ഇവിടെ ഈ റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഒരു 4-5 മണിക്കൂർ ഇത് കുറെ മാറ്റി. അത് മാറ്റിക്കഴിഞ്ഞപ്പോൾ ഇവിടെ വണ്ടികളെല്ലാം ബ്ലോക്കായി. ആ ബ്ലോക്കായി എന്റെ പേരാണ് ഇത് ട്രെയിലറിന്റെ മണ്ടയ്ക്ക് ഹിറ്റാച്ചി കയറി നിന്നാണ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അല്ലാതെ റോഡിൽ നിന്നുകൊണ്ട് എത്തുമ്പം അതിന്റെ സൈഡ് ഇടിഞ്ഞു പോകും, ഷട്ടറിനും കുഴപ്പമുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്നലെ അത് ചെയ്യാൻ സാധിച്ചിട്ടില്ല. തീർച്ചയായിട്ടും അതുകൊണ്ടിപ്പോൾ ഇത് മാറ്റിയേ പറ്റൂ, മാറ്റിക്കും. കാരണം അതിന് മാറ്റാനുള്ള കാര്യങ്ങൾ ഇപ്പൊ തന്നെ ചെയ്യിക്കും. ഇന്നലെ ഞാനത് വിളിച്ച് പറഞ്ഞാണ് ഇത് മാറ്റുകയും കൂടുതലായിട്ട് മുറിച്ചു വെക്കണമെന്നും പറഞ്ഞിട്ടുള്ളതാണ്. ഇറിഗേഷൻ വകുപ്പിലെ ഉദ്യോഗസ്ഥർ ആരും ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ലെന്നാണ് ഇവിടെയുള്ള ആളുകളൊക്കെ പറയുന്നത്. ഇല്ല, അന്ന് രാത്രിയിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ പോകുന്ന വഴി ഞാനും ഇവിടെ നിന്ന് കണ്ടിട്ടാണ് പോയത്. അയാളൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഇന്നലെ പൊഴി മുറിക്കുന്നതും ഇതും ഇന്നലെ രാത്രി നടന്നിട്ടില്ല. അതെന്താണെന്ന് ഇപ്പൊ തന്നെ ചോദിക്കുകയും അല്ല, ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ തള്ളിവിടുമ്പോഴും ഷട്ടറും ഫുള്ളായിട്ട് പൊങ്ങിയിട്ടില്ല. നമുക്ക് കാണാം. കാരണം അത് ശരിക്കും ഈ ഹിറ്റാച്ചി കൊണ്ട് എന്താ ചെയ്യാത്തതെന്ന് ചോദിക്കട്ടെ ഞാൻ. കാരണം ഇത് വെച്ചവർക്ക് തള്ളിവിടാൻ പറ്റുന്ന ഭാഗത്ത് വീഴ്ച ഉണ്ടാന്ന് തോന്നില്ലേ? വെള്ളം ഒഴുകി പോകാത്തൊരു സ്ഥിതി ഉണ്ടല്ലോ. ഇതിപ്പോ ചെയ്യേണ്ട പരിപാടി അല്ലല്ലോ, ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ടല്ലോ. ഇപ്പൊ വന്ന് ആഴം കൂട്ടിയിട്ടോ ഇപ്പൊ വന്ന് ഇത് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മെയ്യിലാണ് ഞാനിവിടെ വന്നത്. ജൂൺ 1 മുമ്പാണ് ഞാനിവിടെ വന്ന് ഇതെല്ലാം കണ്ടതും അവിടെ പൊഴി ശരിക്കും മുറിച്ച് വീതി കൂട്ടി ഇടുന്ന കാര്യങ്ങളിലോട്ട് കടന്നതും. അപ്പോൾ അന്ന് പോലെ ഞാൻ ഇതിന്റെ എല്ലാം പുറകിൽ തന്നെയുണ്ട്. പക്ഷെ ഇവിടെ ഇതിപ്പം നമുക്കറിയാം, ഞാൻ അവിടുത്തെ
അവിടെ മിക്ക പാലങ്ങളും ഒരു 5 പാലങ്ങളുടെ അടിയിൽ ഇതെല്ലാം വന്ന് അടിഞ്ഞു കിടക്കുമായിരുന്നു. അത് ഇന്നലെയും മെനഞ്ഞാന്നും കൊണ്ട് അതെല്ലാം മാറ്റി അവിടെ എല്ലാം ക്ലിയർ ചെയ്തു. നമുക്കറിയാം ഇവിടുന്നാണ് ഈ വരുന്നത്. ഇവിടെയും ഇത് മാറ്റിക്കൊണ്ടിരുന്നെങ്കിലേ പറ്റൂ. കാരണം ഇത് വന്ന് കുരുങ്ങി കിടന്നാൽ ഒഴുക്ക് നിലയ്ക്കോ എന്നുള്ള ഒരു സംശയമൊന്നുമില്ല. ഇതിപ്പോഴേ ജനപ്രതിനിധികൾ പറഞ്ഞിട്ട് ഉദ്യോഗസ്ഥർ കേൾക്കുന്നില്ല എന്നുള്ള അവസ്ഥയുണ്ടോ MLA? കാരണം ഇന്നലെ ഞാൻ വിളിച്ച് പറഞ്ഞിരുന്നു. കാരണം അവിടെ ഇവിടുന്ന് ജനങ്ങൾ എന്നെ വിളിച്ചിരുന്നു. അപ്പൊ ഞാനിവിടെ ഒരു ഇറ്റാച്ചി വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞതാണ് ഒഴുക്ക് കൂടാൻ വേണ്ടി അവിടെ മാക്സിമം തുറക്കാൻ പറഞ്ഞു. പക്ഷെ ഇന്നലെ വർക്ക് നടന്നില്ല എന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. എന്താ കാരണം എന്ന് ചോദിക്കട്ടെ. കാരണം ഇന്നലെ ഇത് നേരത്തെ ചെയ്യേണ്ട സമയത്ത് ആഴം കൂട്ടേണ്ട സമയത്ത് ചെയ്തില്ല എന്നൊരു ഇത് നമുക്ക് കാലങ്ങളായിട്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് നമുക്കറിയാമല്ലോ. കാരണം ഇപ്പം തന്നെ നിങ്ങൾക്കറിയാം കുട്ടനാട് മൊത്തം മുങ്ങി. എല്ലാവരുടെയും വീട്ടിൽ വെള്ളമാണ്. ഒരു വീടുമില്ല. എന്നാലും നിങ്ങൾ എല്ലാവരും നേരിട്ട് കണ്ടതാ. പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് CPM-ന്റെ അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇറിഗേഷൻ ഓഫീസ് ഉപരോധിക്കും. റിപ്പോർട്ടർ വാർത്തയെ തുടർന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇതാണ് യഥാർത്ഥത്തിൽ ഈ ആലപ്പുഴ കുട്ടനാട് ഭാഗത്ത് വെള്ളം ഇപ്പോൾ ഇങ്ങനെ കയറി നിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം തോട്ടപ്പള്ളി സ്പിൽവേയിൽ കൃത്യമായി വെള്ളം ഒഴുക്കാത്തതാണ്. അതിന്റെ കാരണം